BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിങ്കളാഴ്ച രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കാനിരിക്കെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാണെങ്കിലും ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. എന്നാൽ 2 സീറ്റുകളെങ്കിലും വിജയിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJP. എല്ലാ പ്രവചനങ്ങളിലും മുന്നിലെത്തിയതിനാൽ UDFന്റെ പ്രതീക്ഷ കൂടുതൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അതേസമയം മലപ്പുറത്ത് മുസ്ലിം ലീഗിൽ കൃത്യമായ അവലോകനത്തിന്റെയും കണക്കുകൂട്ടലിന്റെയും അടിസ്ഥാനത്തിൽ ഇത്തവണ നിയമസഭയിൽ റെക്കോർഡ് അംഗബലമുണ്ടാകുമെന്നാണ് ഉറപ്പിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ശക്തമായ UDF അനുകൂല തരംഗമുള്ളതുകൊണ്ട് പാർട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് 22 സീറ്റുകൾ കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരം, പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം, വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടിക, ന്യൂനപക്ഷ ഭൂരിപക്ഷം, മതേതര വോട്ടുകളുടെ ഏകീകരണം എന്നിവയെല്ലാമാണ് അനുകൂല ഘടകമായി ലീഗ് വിലയിരുത്തുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന യൂത്ത് ലീഗിന്റെ പ്രമേയം കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിലായിരുന്നു തിരൂരങ്ങാടി ആസ്ഥാനമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. മലപ്പുറം, തിരൂരങ്ങാടി എന്നീ 2 ജില്ലകൾ രൂപീകരിക്കണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം. തിരൂരങ്ങാടി ആസ്ഥാനമായിട്ട് തിരൂര്, പൊന്നാനി, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകൾ ഉൾപ്പെടുത്തി ഒരു ജില്ലയും, എറനാട്, പെരിന്തൽമണ്ണ താലൂക്കുകൾ ഉൾപ്പെടുത്തി മലപ്പുറം എന്ന ജില്ലയും രൂപീകരിക്കണമെന്നാണ് പ്രമേയം. നിലവിൽ മലപ്പുറം ജില്ലയ്ക്ക് നഷ്ടമാകുന്ന വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ വിഭജനമെന്നാണ് യൂത്ത് ലീഗ് വ്യക്തമാക്കിയത്. യൂത്ത് ലീഗിന്റെ ഈ മണ്ഡലം കൺവെൻഷനിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. യൂത്ത് ലീഗിന്റെ ഈ പ്രമേയത്തിൽ പ്രതികരണവുമായി മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകൾ വിഭജിക്കണമെന്നത് കേരളത്തിന്റെ അടിയന്തര ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി PV അൻവറും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നാളുകൾക്ക് മുൻപ് തന്നെ സമസ്ത തങ്ങളുടെ പ്രമേയം പങ്കുവച്ചിരുന്നു. ജനസംഖ്യാ വർധനയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളികളും പരിഗണിച്ച് ശാസ്ത്ര പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമാണെന്നായിരുന്നു സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ വ്യക്തമാക്കിയത്. 39 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽ 38 ജില്ലകളുള്ള തമിഴ്നാടിനെ മാതൃകയാക്കാവുന്നതാണെന്നും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം ശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നായിരുന്നു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. അതേസമയം നിലവിൽ ഉയർന്നു വന്ന യൂത്ത് ലീഗിന്റെ പ്രമേയത്തിൽ അനുകൂലമായും പ്രതികൂലമായും നിരവധി പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.